BJPയുടെ പ്ലാൻ ബി അങ്ങനെ കുറച്ച് സീറ്റ് കിട്ടിയാൽ കുറച്ചു കാലം കൊണ്ട് കോൺഗ്രസിനെ പിളർത്തി കേരളം പിടിക്കാം എന്നതായിരുന്നു. പക്ഷെ ഡൽഹിയിൽ നടപ്പായത് കേരളത്തിൽ നടപ്പായില്ല. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയല്ല, കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയും CPIM-ഉം. ഡൽഹിയിലേതുപോലെ മുഖ്യമന്ത്രിയെ എളുപ്പത്തിൽ കൊണ്ടുപോയി ജയിലിലിടാനാവില്ല, കൈ പൊള്ളും എന്ന് അന്വേഷണ ഏജൻസികളും BJPയും മനസ്സിലാക്കി. അതിനുള്ള എല്ലാ ശ്രമവും നടത്തിയിരുന്നു. ഡൽഹിയിൽ അതേ ഓപ്പറേഷനാണ് കേരളത്തിൽ നടന്നത്. ഡൽഹിയിൽ ആരാ പരാതി ആദ്യം കൊടുക്കുന്നത്? അവിടുത്തെ PCC പ്രസിഡന്റാണ്. കേരളത്തിൽ കൊടുത്തതാരാ? കോൺഗ്രസിൻ്റെ MLA-മാർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഡൽഹിയിൽ പൂർണ്ണമായും EDയുടെയും CBIയുടെയും അതിക്രമങ്ങൾക്കൊപ്പം കോൺഗ്രസ് പൂർണ്ണ പിന്തുണ കൊടുത്തു നിന്നു. കേരളത്തിലും അതുപോലെ പരിപൂർണ പിന്തുണ കൊടുത്താണ് നിന്നത്. കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം CBIക്കും EDക്കും ഒപ്പമാണ് കേരളത്തിലും അണിനിരുന്നത്, ഡൽഹിയിലും അണിനിരുന്നത്. ഇപ്പോൾ നോക്കൂ, ഇന്ത്യ ബ്ലോക്കിലെ എല്ലാ പാർട്ടികളും ഈ കേസിൽ BJPക്കെതിരെ രംഗത്ത് വന്നു. കാരണം കോടതി ഇത്ര നിശിതമായി വിമർശിക്കുകയും വെറുതെ വിടുകയും ചെയ്തു. വെറുതെ സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ വിട്ടതല്ല, കള്ളക്കേസാണ്, കെട്ടിച്ചമച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിട്ടിട്ടുള്ളത്. ഇന്ത്യ ബ്ലോക്ക് മുഴുവൻ കേജ്രിവാളിന് ഒപ്പം നിൽക്കുകയും BJPക്കെതിരെ വരികയും ചെയ്തപ്പോൾ കോൺഗ്രസ് എന്ന ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷം ഇതിലൊരു വരി ഈ കള്ളക്കേസ് കെട്ടിച്ചമച്ച് BJPക്കെതിരെ പറയാത്ത എന്തുകൊണ്ടാണ്? ഈ അന്തർധാര കൊണ്ടാണ്. കാരണം കോൺഗ്രസും BJPയും ഒരുമിച്ച് ചേർന്ന് നടപ്പാക്കിയ ഓപ്പറേഷനാണ് ഡൽഹിയിലിത്. ആ ഓപ്പറേഷൻ ഡൽഹിയിൽ വിജയിച്ചു. ആം ആദ്മി പാർട്ടിയെയും കേജ്രിവാളിനെയും തൽക്കാലത്തേക്കെങ്കിലും അഴിമതിക്കാരായി ചിത്രീകരിച്ച് തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ ആ ഓപ്പറേഷൻ പാളിപ്പോയി എന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം BJPയുമായിട്ടുണ്ടാക്കിയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പിണറായിയെ ജയിലിലടയ്ക്കാൻ, ചില മന്ത്രിമാരെയും ജയിലിലടയ്ക്കാൻ നടത്തിയ പാളിപ്പോയ ആ തിരക്കഥയുടെ വിവരങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും. മീഡിയ വണ്ണിനും ജമാഅത്തെ ഇസ്ലാമിക്കും ഒരു പരാതിയും ഇപ്പോൾ ഇല്ലല്ലോ. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പരാതി ഉണ്ടായിട്ടില്ല. കേൾക്കൂ, ഇന്ത്യ ബ്ലോക്കിനെ BJPക്കെതിരായ ഇന്ത്യയിലെ മതനിരപേക്ഷ ശക്തികളുടെ ഐക്യത്തെ ഒറ്റുകൊടുത്തവരാണ്. കേജ്രിവാളിന് മാത്രമല്ല ഒറ്റുകൊടുത്തത്, കോൺഗ്രസ്. ഇന്ത്യ ബ്ലോക്ക് മുഴുവൻ കേജ്രിവാളിൻ്റെ ഒപ്പം നിൽക്കുകയാണ്. കേജ്രിവാളിൻ്റെ ഒപ്പം എന്നുള്ളതിനേക്കാൾ BJP അധികാരം ഉപയോഗിച്ച്, ഏജൻസികൾ ഉപയോഗിച്ച് എങ്ങനെ വേട്ടയാടി എന്നതിൻ്റെ ഒന്നാന്തര ഉദാഹരണം പുറത്തു വന്നപ്പോൾ നിങ്ങൾ ഏതോ സെൻകുമാറിൻ്റെ കാര്യം ചോദിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം BJPയുമായി നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണ്. കേജ്രിവാളിനെ ജയിലിലിട്ടതുപോലെ പിണറായിയെ ജയിലിലടയ്ക്കാനായിരുന്നു നീക്കം. നടന്നില്ല എന്നേ ഉള്ളൂ. നടന്നില്ല. എല്ലാ ശ്രമവും നടത്തിയില്ലേ? പക്ഷെ EDക്ക് ഡൽഹി അല്ല കേരളം എന്ന് മനസ്സിലായി. കിട്ടിയവരെയൊക്കെ കൊണ്ട് ജയിലിലിട്ടല്ലോ.